അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശനും കരഞ്ഞോണ്ടല്ലേ പോയത്? എന്താ ആന്റി വീണ്ടും എന്തിനാ സെന്റിമെന്റ്സ്? ഇടേ അയ്യോ 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 കാർത്തികേ, അയ്യോ കാർത്തികേ, എന്ത് പറ്റി മോളെ? ചായ കുടിക്കാൻ നോക്കിയതാ ആന്റി. അയ്യോ പക്ഷെ കയ്യിന്ന് കപ്പ് സ്ലിപ്പായി താഴെ വീണുപോയി. അയ്യോ വാ മോളെ, ശ്രദ്ധിച്ചു വാ. നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോയേ? ഇവരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവരുണ്ടാക്കി തരില്ലേ? ഗർഭിണിയായിരിക്കുന്ന എനിക്ക് സഹായം ആര് ചെയ്തു തരാന്? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേ? നീ നിന്റെ റൂമിലേക്ക് പൊക്കോ, നിനക്ക് കോഫി ഞാൻ ഉണ്ടാക്കി തരാം. അതൊക്കെ പോട്ടെ, നീ ആരാ? എനിക്ക് വേണ്ടി നീ എന്തിനാ കോഫി ഉണ്ടാക്കുന്നേ? ആരാ ആന്റി ഇവര്? അടുത്ത വീട്ടിലുള്ളതാണോ അതോ വേലക്കാരിയാണോ? ഇവള് വസുന്ധരയാണ്, വളർത്തുമകനായ അഭിയുടെ രണ്ടാമത്തെ ഭാര്യയായി ഇവള്. ഓഹോ, അപ്പൊ നമുക്ക് അകന്ന ബന്ധത്തിലുള്ള ആളാണല്ലേ? എന്ത് വർത്തമാനമാണ് കാർത്തിക? വസു നിനക്ക് ഏട്ടത്തിയാ, നമ്മുടെ ബന്ധുവാ. അതെങ്ങനെ ഇവര് നമുക്ക്? വസു നിനക്ക് അകന്ന ബന്ധുവായി കഴിഞ്ഞോ കാർത്തികേ? ഇത്രയും കാലം സഹോദരികളായിട്ട് സന്തോഷമായിട്ടിരുന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. വസുവിനെ നീ എങ്ങനെ വേർതിരിച്ച് കാണരുത്. ഇവർ ഈ വീട്ടിലെ അംഗമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇവരെ വേർതിരിച്ച് കണ്ടുകൂടാ? എന്താ അഖിലി പറയുന്നത്? നമ്മൾ വേറെ, ഇവര് വേറെയാണ് എടുത്തി. നമ്മളൊരു കുടുംബവും ഇവര് വേറെ കുടുംബവും. നിർത്തടാ. ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടാ സത്യം എന്താണെന്ന് ഇതുവരെയും പറയാതിരുന്നത്. ഇന്നലെ വരെ ഏട്ടൻ അനിയന്മാരെ പോലെ ഇരുന്നിട്ട് ഇന്നവനെ ഏട്ടൻ ആരെയും ഭരിച്ചിട്ടില്ല അഖിൽ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഏട്ടൻ ഒരിക്കലും നിങ്ങളെ അടിമയായിട്ട് കണ്ടിട്ടില്ല അഖിൽ. സ്നേഹം മാത്രം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ, ഒരു അധികാരവും പിടിച്ചു വാങ്ങിയിട്ടില്ല. ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തത്. നിങ്ങൾക്ക് വേണ്ടി മുള്ളുകൊണ്ടുള്ള കിരീടം തലയിലേന്തി വാൾമുനകൾ കുത്തിയ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അത് ശരി,
ഒന്ന് അഴിച്ചുവിട്ട ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി എന്ന് പറയും. അഭി ചെയ്ത സഹായങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മറന്നു അഖിൽ. ഞാൻ ഒന്നും മറന്നിട്ടില്ല എടത്തി. ഞങ്ങളെ തരം താഴ്ത്താൻ അയാൾ ചെയ്ത പണിയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റും. ഇനി എത്ര നാളെന്ന് പറഞ്ഞാ ഞങ്ങളെ മയക്ക് ഇങ്ങനെ ചതിക്കാൻ പോകുന്നേ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണോ? അഖിൽ, എന്താടാ ഇത്? നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഏട്ടത്തിയോട് അഹങ്കരിച്ച് സംസാരിക്കുന്ന എന്തിനാടാ? ഈ മാഡത്തിന് ഇനി ഞാൻ ബഹുമാനം കൊടുക്കണമായിരിക്കും. ഇവർ ഒറ്റ കാരണമാ എന്റെ കരിയർ മുഴുവൻ നാശക്കോട്ടയായത്. ഇവരെ വിശ്വസിച്ചു പോയതിന് എന്റെ ചെരുപ്പ് കൊണ്ട് എന്നെ തന്നെ അടിക്കണം. ഏത് നശിച്ച മുഹൂർത്തത്തിലാണോ അയാൾ ഇവരെയും കേട്ട് ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയത്, അന്ന് തുടങ്ങിയത് ഈ വീടിന്റെ കഷ്ടകാലം. ഭർത്താവ് മരിച്ച വിധവയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാ ഇത് കണ്ടോ, ഇതുപോലെ ആയിപ്പോവും. അഖിൽ, എന്താടാ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു? നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അവളെ എന്തിനാ പറയുന്നേ? ഞാൻ പറയും. അഖിൽ, എന്റെ അനിയന്റെ നേർക്ക് കയ്യോങ്ങാൻ നീ ആരാടാ? ഏട്ടാ, ഇവൻ ആരാ ഭാവനെ? നിന്റെ അനിയന്റെ ദേഹത്ത് കയ്യോങ്ങാനായിട്ട്? ഭാസ്കർ, എന്താടാ ഇത്? ഇവൻ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനെ വല്ല കാര്യമെന്ന് വിചാരിച്ചപ്പോ അമ്മയുടെ മോന്റെ ദേഹത്ത് കയ്യോങ്ങാവൻ. ആരോട് എന്താ പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ മദ്യപിച്ചിരുന്നു അല്ല ഭാവനെ വന്നേക്കുന്നേ. പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. പൂർണ്ണ ബോധത്തോടെ തന്നെയാ സംസാരിക്കുന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറ്റിയത്? വല്ല ഭ്രാന്തം പിടിച്ചതാണോ? ഒരു ഭ്രാന്തും ഇല്ല അമ്മേ, ഒഴിഞ്ഞു പോയി.
ഇത്രയും നാൾ ഈ വീടിനെ ബാധിച്ചിരുന്ന ദുരിതവും കഷ്ടകാലവും ഒക്കെ മൊത്തമായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോയി. ഇത്രയും നാൾ ഈ വീടിനെ ബാധിച്ച ഗ്രഹണം തീർന്നു. ഈ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഈ വീടും വീട്ടുകാരും ഒക്കെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ അടിമച്ചങ്ങലെയാ പൊട്ടിച്ചെറിഞ്ഞത്. ദോഷം. ഏട്ടൻ എന്താ ഈ പറയുന്നേ? ഏട്ടൻ പറയുന്നൊക്കെ കറക്റ്റാ എടത്തി. ഇയാൾ ഈ വീടും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഈ വീടും സ്വത്തും സംസ്കൃതി ഈവൻസും ഒക്കെ ഒന്നും ഇയാളുടെ സ്വന്തമല്ല. ഇയാളുടെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം ഇവിടെ ഒരു അഭയം കൊടുത്തു. അതല്ലാതെ വേറെ ഒരു അധികാരവും ഇയാൾക്ക് ഈ വീട്ടിലില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയതിന് ഇയാൾക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയുമില്ല. നിർത്തടാ. നിങ്ങളെപ്പോലെ അഭിയും എന്റെ മകനാ. എന്റെ അഭിക്ക് നിങ്ങളെപ്പോലെ എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. ഇനി ഇവനെ സപ്പോർട്ട് ചെയ്യല്ലേ അമ്മേ. ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങളുടെ മക്കൾ, അല്ലാതെ ഇവനല്ല. ഇവൻ ഈ നിമിഷം പടി കിടക്കണം. അഭി ഒരിടത്തേക്കും പോവില്ല. ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ ഇയാളെ ഈ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞോ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാം. അഖിൽ, അതെ, ഒന്നേൽ ഇവൻ ഈ വീട്ടിൽ നിൽക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും. തെറ്റാണ്, പാപമാണ്, ഇത് അന്യായമാണ് ഏട്ടാ. അഭി നിങ്ങളുടെ അനിയനാണ്. ഏട്ടനെ വളരെയധികം സ്നേഹിക്കുന്ന, ഏട്ടനെ അത്രയും ബഹുമാനിക്കുന്ന ഏട്ടന്റെ അനിയൻ. ഏട്ടൻ അഭിയെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതെ എന്ത് ചെയ്യുന്നാടി? ഏട്ടാ, എന്റെ ഏട്ടനെ എന്റെ ഏട്ടത്തെ പറയുന്നതിന് നിങ്ങൾക്ക് എന്തിനാ നോവുന്നേ?
അമ്മയെ അച്ഛൻ അടിക്കുകയാണെങ്കിൽ നീ നോക്കിക്കൊണ്ട് നിൽക്കും. സൂര്യശലഭം മൂക്കമുരുകി കാറ്റിലെന്തേ പൊള്ളി നിൽപ്പു പാവമീ കോലങ്ങൾ. സൂര്യശലഭം മൂകമുരുകി കാറ്റിലെന്തേ പൊള്ളി നിൽപ്പു പാവമീ കോലങ്ങൾ. ഇരുളിലലയും സ്നേഹമേഘം പാതി പെയ്തും പാതി മാഞ്ഞും ഏകനായി കേഴുന്നു. സൂര്യശലഭം മൂകമുരുകി കാറ്റിലെന്തേ പൊള്ളി നിൽപ്പു പാവമീ കോലങ്ങൾ. നമ്മൾ ഈ വീട് വിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? താന വാ പോവാം.
ഞാൻ നിങ്ങളെ പുറത്തു വിടില്ല. അമ്മേ, ഞങ്ങൾ ഈ വീട് വിട്ട് പോകുന്നു എന്നേ ഉള്ളൂ, അമ്മയുടെ മനസ്സിൽ നിന്നല്ല. എന്ന് ഞാനും നിന്റെ കൂടെ വരുവാ. അമ്മേ, ഏട്ടനും അനിയനും അമ്മയുടെ ആവശ്യം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എന്നെ തടയാൻ നോക്കണ്ട. നിന്റെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ക്ഷമിക്കണം അമ്മേ, ഞങ്ങളെ പോകാൻ അനുവദിക്കണം.